ഹായ് നഴ്സസ്, പാസ്പോർട്ടിലെ പേരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ പേരും ഡിഫറൻ്റ് ആണെങ്കിൽ NMC രജിസ്ട്രേഷന് ഈ പേരുകൾ എങ്ങനെ കൊടുക്കണമെന്ന് അറിയാമോ? നിങ്ങൾ NMC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിലെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ NMC അക്കൗണ്ടിൽ വരുന്ന പേരും അത് തന്നെയായിരിക്കും. എന്നാൽ നിങ്ങളുടെ വീട്ടുപേരിൻ്റെ ഷോർട്ട് ഫോം ഒക്കെയാണ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരെങ്കിൽ സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്തിരിക്കുന്ന പേര് എന്ത് ചോദിക്കുന്നിടത്ത് നിങ്ങൾ ആ പേര് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിലെ പേരും സർട്ടിഫിക്കറ്റിലെ പേരും വ്യത്യാസമായതിനാൽ നെയിം ചേഞ്ചിൻ്റെ പ്രൂഫ് NMC ആവശ്യപ്പെടും. അവിടെ നിങ്ങൾ നെയിം ചേഞ്ച് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ മാരേജിലൂടെയാണ് നിങ്ങൾക്ക് ഈ നെയിം ചേഞ്ച് വന്നതെങ്കിൽ നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടുപേരിൻ്റെ ഷോർട്ട് ഫോമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വന്നേക്കുന്ന നെയിം ചേഞ്ച് എങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ, 197 അഫിഡവിറ്റ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. പക്ഷേ പ്രോപ്പറായി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ, CBT എന്നിവ ഡിലേ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പാസ്പോർട്ടിൽ സർനെയിം സെക്ഷൻ empty ആയി കിടക്കുന്നവർക്കും ഈ പ്രശ്നമുണ്ട് കേട്ടോ. ഈ നെയിം ചേഞ്ചിൻ്റെ പ്രോബ്ലം പ്രോപ്പറായി സോൾവ് ചെയ്യാനും നിങ്ങളുടെ NMCയുടെ കംപ്ലീറ്റ് അസിസ്റ്റൻസിനുമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യും.